all, welcome back to our YouTube channel. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോവാണ്. സോണ്ടസ് ഫോർട്ടും ലോറനി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ക്ലബ്സിൻ്റെ രണ്ട് മാച്ചാണ്. അത് ഫൈനൽ മാച്ചാണ്. ഹാരിസൺ അലൻ ബൗൾ എന്ന് പറഞ്ഞൊരു ട്രോഫിക്ക് വേണ്ടിയാണ് ഇവർ മാച്ച് ചെയ്യുന്നത്. അപ്പം സോണ്ടസ് ഫോർട്ടിലെ ഒരു പ്ലെയർ ആയിരുന്നു സിജോയും. പക്ഷേ ഈ സീസണിൽ കളിച്ച സമയത്ത് സിജോയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റി. അപ്പം ഇപ്പോൾ പോയി കുറച്ച് നാളായി കളിച്ചിട്ട് ഇനി ഇപ്പോൾ അടുത്ത സീസണിൽ ട്രൈ ചെയ്യണം. ഈ സീസണിൽ ആകെ സിജോ 2 മാച്ച് കളിച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പുള്ളിക്ക്. സാരെല്ലാം അടുത്ത തവണ നോക്കാമെന്ന് കരുതുന്നു. അപ്പം ഞങ്ങളിത് അവിടെ എത്തി കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം ഒന്നാമത് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വന്ന് കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഫാം കണ്ടേ. അപ്പം അതൊക്കെ കണ്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം മുതൽ ഈടിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അവൻ വാശി തുടങ്ങി. അപ്പം അവന് പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. വലിയ കുഴപ്പമില്ലാതെ കുറേ നേരമൊക്കെ നിന്നു. പക്ഷെ നല്ല വെയിലുള്ള കാരണം ഞങ്ങൾ ഒത്തിരി നേരമൊന്നും നിന്നില്ല. പിന്നെ വിക്കറ്റൊക്കെ ആവുന്ന സമയത്ത് അവിടുത്തെ ബഹളമൊക്കെ കാരണം ഇഹാൻ നല്ലതായിട്ട് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ നിൽക്കാതെ പതിയെ അവിടെ നിന്ന് ഇറങ്ങി കടയിൽ വരെ പോകണമായിരുന്നു. പിന്നെ ഏടനും ആ കൂടെ ബോറടിച്ചു. അവന് ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു അവർ ഇതിൽ നടക്കുന്ന കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് തള്ളി നിൽക്കാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ കൂടിയൊക്കെ ഒന്ന് വാങ്ങിച്ച് അതിന് വേണ്ടി കട വരുന്നു. ഇത് സിജോ ആണ് കേട്ടോ. സിജോ ഈ സീസണിൽ ഈ മാച്ചിന് കളിക്കാൻ പോയപ്പോഴാണ് സിജോയുടെ കൈയുടെ ലിറ്റിൽ ഫിംഗറിന് ഒരു ഫ്രാക്ചർ പറ്റി. അത് ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറ്റിയൊരു അപകടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. ഇഹാന് 2 months എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബേബിക്ക് സ്നേഹിക്കുമായിരുന്നെങ്കിലും ആ ടൈമിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പം ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ സിജോയുടെ കൂടെ പോയതും. അപ്പോൾ ആ സമയത്ത് പക്ഷെങ്കിൽ എയ്ഡനെ ഫുള്ള് നോക്കിയത് എബി സ്നേഹമാണ്. അവരോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്ത് ഷൈൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫാമിലി, പിന്നെ ജിൻസ് ഫാമിലി, ജിൻസ് ചേച്ചി, ഇവരൊക്കെ ഒരു നേരത്തെ ഫുഡാണെങ്കിലും നമുക്ക് അത് ഭയങ്കര ഒരു സഹായമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. പ്രത്യേകിച്ച് എബി സ്നേഹ, അവർ താങ്ക്ഫുള്ളാണ് അവരോട് എപ്പോഴും ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സർവൈവ് ചെയ്തു. അപ്പം ഇപ്പം ഓക്കെ ആയി വരുന്നു. എന്നാലും ചെറിയ പെയിനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം റിക്കവർ ആവുന്നു. നമുക്കിവിടെയുള്ള ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആൾഡി ഉണ്ട്, പിന്നെ ടെസ്കോ ഉണ്ട്, അസ്തയുണ്ട്, ലിഡിലുണ്ട്. നമ്മൾ മോസ്റ്റ്ലി എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നത്? ഈ ടെസ്കോയിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസ്ത, ആൾഡി, ലിഡിലും വളരെ റെയറായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ കടയിലെത്തി. ടെസ്കോയിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, ഏടിന് സോസേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സോസേജ് വേണം. പിന്നെ അങ്ങനെ കുറച്ച് ഡെയിലി യൂസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇതാ പക്ഷേ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആണെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ നാട്ടിലെ വിലയും ഇവിടുത്തെ വിലയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമ്മൾ ഞെട്ടുമായിരുന്നു. കാരണം ഇവിടെ ഈ സോസേജിൻ്റെ വിലയൊക്കെ കാണുന്ന 4 പൗണ്ട് 3.5 പൗണ്ട് ഒക്കെ കണ്ടില്ലേ. അപ്പം 4 പൗണ്ട് എന്ന് വെച്ചാൽ 400 രൂപയ്ക്കാണ് നമ്മുടെ നാട്ടിലെ വില. ചിക്കനൊക്കെ ആണെങ്കിലും ഓരോ പീസായിട്ടുണ്ട്. അപ്പം നമുക്ക് തൈ മാത്രമായിട്ട് കിട്ടും. അപ്പം അതിനൊക്കെ 4-4.5 പൗണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ ഏടന് എന്ത് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് അവൻ അതും വാങ്ങിച്ച്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വാങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങൾ KFC വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം പിന്നെ ഇനി ഒന്നും ഉണ്ടാക്കണ്ടായില്ലെന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇഹാനെ വന്നൊന്ന് ഫ്രഷ് ആക്കി എടുത്ത് അവന് ഓക്കെ ആയി. പിന്നെ ഏടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു KFC കിട്ടിയതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.